In the midnight glow where the stars align, we lose our Ladies and gentlemen, this is another special moment that we've been waiting for. We have the entire team of Nodakuri here with us. Can we please welcome them with a huge round of applause? Shooting nallore kaidi kodukam. Come on for Kochi. Let's show them some love. Orikkel kudi nallore kaidi express before this is the first anniversary celebrating the stage. We have scriptwriter K. Krishna Kumar with us as well, sir. Kindly join us. Mr. Binu Papu, please. സ്റ്റേജിലേക്ക് ആര് വന്നാലും നല്ലൊരു കൈഡി കൊടുക്കേണ്ടത് തന്നെയാണ്. മിസ്റ്റർ അൽതാഫ് സലീം, Mr. Saijo Kuru, Mr. Baiju Santosh, and of course, the hero, the man of the hour, Mr. Basil Joseph. So this is Team Nodakuri for you. നുണക്കുഴി എന്ന് പറയുന്ന സിനിമയെ ഇതുപോലെ ഒരു വിജയമാക്കി തീർത്ത, ഇതുപോലെ സ്വീകരിച്ച മലയാളി പ്രേക്ഷകർക്കാണ്. തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ വളരെ ക്രൂഷ്യലായിരുന്നു. ഒരു യൂഷ്വൽ പാറ്റേണിൽ നിന്ന് മാറി വേറൊരു അറ്റംപ്റ്റ് നടത്തുമ്പോൾ ഭയങ്കരമായ ടെൻഷൻ ഉണ്ടായിരുന്നു. അതിന് ഞാൻ ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നത് കൃഷ്ണകുമാറിനോടാണ്. തീർച്ചയായിട്ടും ഇങ്ങനൊരു കഥയും നല്ലൊരു കെട്ടുറപ്പുള്ളൊരു സ്ക്രിപ്റ്റും എനിക്ക് തന്ന കൃഷ്ണകുമാറിനെ ഞാൻ നന്ദി അറിയിക്കുന്നു. പിന്നെ നമ്മുടെ നായകൻ ബേസിൽ, ഗ്രേസ് ആൻ്റണി, സൈജു, അൽതാഫ്, ബിനു, പിന്നെ ബൈജു ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്, പിന്നെ സിദ്ദിഖേട്ടൻ. ഇതിനകത്ത് അഭിനയിച്ചവരെല്ലാം അവരവരുടെ റോളുകൾ അതിഗംഭീരമായി പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്, അഭിനയിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു റിസൾട്ടാണ് ഈ കാണുന്നത്. കാരണം ഒരു ഹ്യൂമർ സിനിമയിൽ ഒരു ഡയലോഗ് എഴുതിയത്, ഒരു സ്ക്രിപ്റ്റ് എഴുതിയതുകൊണ്ട് മാത്രം കാര്യമില്ല. അത് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്താൽ മാത്രമേ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകും. അതാണ് ഇപ്പോൾ സത്യം പറഞ്ഞ തിയേറ്ററുകളിൽ കാണുന്നത്. തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം. പിന്നെ അതുപോലെ എൻ്റെ കൂടെ ഉള്ള എൻ്റെ ടെക്നിക്കൽ ക്രൂ, ക്യാമറമാൻ സതീഷ് കുറുപ്പ്, എഡിറ്റർ വിനായക്, ഓഫ് കോഴ്സ് കോസ്റ്റ്യൂം ഡിസൈനർ മൈ വൈഫ് ലിൻഡ, ആർട്ട് ഡയറക്ടർ, അങ്ങനെ ഒരു മ്യൂസിക് ഡയറക്ടർ വിഷ്ണു ജെ, അങ്ങനെ എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. സോറി, ഞാൻ പേരൊരു നിമിഷം വിട്ടുപോയി. പ്രശാന്ത് മാധവ്, ഐ എം സോ സോറി. ഒരു കൺഫ്യൂഷൻ. ഞാനിങ്ങനെ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ഒരു ഇച്ചിരി സ്റ്റേജ് ഫ്രൈറ്റ് ഉള്ള ഒരാളാണ്, അതുകൊണ്ട് വിട്ടുപോയതാണ്. എനിവേ, താങ്ക് യു സോ മച്ച്. ഇനിയും ഞങ്ങൾ ചെയ്യുന്ന സിനിമകൾക്ക് നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഹായ്, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഇതിൽ എത്ര പേര് സിനിമ കണ്ടു എന്ന് എനിക്കറിയില്ല. സിനിമ കാണാതെ നിങ്ങളുടെ മുമ്പിലൊന്നും ഞങ്ങൾ ഇതൊക്കെ പറയുന്നതുകൊണ്ട് വലിയ കാര്യമൊന്നും അറിയില്ല. എന്തായാലും നിങ്ങൾ പറ്റുന്ന പോലെയൊക്കെ സിനിമ പോയി കാണുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷമുള്ളൊരു പ്രൊജക്റ്റായിരുന്നു. കാരണം ജിത്തു ജോസഫ് എന്ന് പറയുന്ന ഡയറക്ടർ സിനിമയെ വിളിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ത്രില്ലർ സിനിമയൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ കൊലപാതകമൊക്കെ ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുമ്പോഴാണ് കോമഡി സിനിമ എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹത്തിനും അങ്ങനെ ഒരു ബ്രേക്ക് ആവശ്യമായിരുന്നു. കാരണം സ്ഥിരമായിട്ട് കൊല ചെയ്ത് ഇനി ശരിക്കും ആരെങ്കിലും കൊല്ലുമോ എന്ന് പേടിച്ചിട്ടാന്ന് തോന്നുന്നു ഒരു കോമഡി സിനിമ ചെയ്തേക്കാം എന്ന് വിചാരിച്ചു വന്നത്. പക്ഷേ ഈ സിനിമയിലും ഉണ്ടായിരുന്നു ഡെഡ് ബോഡി ഇല്ലാതെ ജിത്തിച്ചേട്ടൻ സിനിമയും പറ്റാത്ത ഒരവസ്ഥയായി. അപ്പം എന്തായാലും ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങൾക്കും. അഭിനയിക്കുമ്പോഴും അങ്ങനെ കുറേ ഇത്രയും സീനിയേഴ്സായിട്ടുള്ള ആക്ടേഴ്സിനോട് ഞാനും ഇത്രയും പേരുടെ ഒരുമിച്ച് ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്. സിദ്ദിഖൊക്കെ ഉണ്ട്, മനോജേട്ടനുണ്ട്, ബൈജു ചേട്ടനുണ്ട്, സൈജു ചേട്ടനുണ്ട്, അജിത് ചേട്ടനുണ്ട്, ബിനു ചേട്ടനുണ്ട്, പിന്നെ അൽത്താഫുണ്ട്, ഗ്രേസ് ഉണ്ട്. അങ്ങനെ കുറേ ആക്ടേഴ്സുള്ള സിനിമയാണ്. അപ്പോൾ ഇത്രയും ആൾക്കാരുടെ കൂടെ ഒരുമിച്ച് അഭിനയിക്കുന്നത് എനിക്കും ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു പ്രോസസ്സായിരുന്നു. പിന്നെ ഹ്യൂമർ സിനിമ ചെയ്യുന്നത് അതിൻ്റേതായിട്ടുള്ളൊരു ടെൻഷൻ നമുക്കും ഉണ്ട്. അത് കൂടി പോവോ കുറഞ്ഞു പോവോ, ആൾക്കാരെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത് കുറച്ച് ട്രിക്കിയാണ്. പക്ഷേ എന്തായാലും ആൾക്കാർ ചിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം. നമ്മൾ ചെയ്ത
ചെയ്തത് ആൾക്കാർക്ക് വർക്കൗട്ട് ആവുന്നുണ്ട് എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷം. എല്ലായിടത്തും നല്ല അഭിപ്രായങ്ങളായിരുന്നു വരുന്നത്. ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. ഹൗസ്ഫുള്ളായിട്ട് സിനിമ എല്ലായിടത്തും കേരളത്തിലുടനീളം ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങളും കാണാത്തവരെല്ലാവരും പോയി സിനിമ കാണുക. അപ്പോൾ ഈ സിനിമയുടെ വിജയത്തിൻ്റെ ഭാഗമായ ഇങ്ങനൊരു അവസരം തന്ന ജിത്തു ചേട്ടനും റൈറ്റർ കൃഷ്ണകുമാറേട്ടനും മറ്റ് കോ ആക്ടേഴ്സിനും പിന്നെ ടെക്നിക്കൽ ക്രൂ ഇവിടെ ഇരിക്കുന്ന സതീഷ് ചേട്ടനും ആർട്ട് ഡയറക്ടറും മ്യൂസിക് ഡയറക്ടറുണ്ട്, JK ഉണ്ട്, വിഷ്ണു ഉണ്ട്, എഡിറ്ററുണ്ട്, പിന്നെ അതുപോലെ നിൻ്റെ ചേച്ചിയുണ്ട്. അതുപോലുള്ള എല്ലാ ക്രൂവിനോടുള്ള നന്ദി അറിയിക്കുന്നു. സിനിമ കണ്ട് വിജയിപ്പിച്ച നിങ്ങളിലുള്ളവരോടുള്ള നന്ദി അറിയിക്കുന്നു. ഫോറം മാളിനോടുള്ള നന്ദി അറിയിക്കുന്നു. ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച്. ഇതുപോലെ ഇനി അടുത്ത സിനിമ ഇറങ്ങുമ്പോഴും നിങ്ങൾ വരും കാണും എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു. അടുത്തതായി സൈജു ചേട്ടന് ഗ്രേസ് ആവും. ഓക്കെ, അടുത്തതായി ഗ്രേസ് ആൻ്റണി സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ഗുഡ് ഈവനിങ് എവരിവൺ. നിങ്ങളുടെ എല്ലാ തിരക്കിൻ്റെ ഇടയിലും കുറച്ച് നേരം ഞങ്ങളെ കാണാൻ വേണ്ടി ഇവിടെ വന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക്സ്. ഞാനും ആദ്യമായിട്ടാണ് ജിത്തു സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. ബേസിൽ പറഞ്ഞ അതേ ഒരു എക്സ്പെക്റ്റേഷൻ തന്നെയാണ് ഞാനും ഈ സിനിമയെ ആദ്യം അപ്രോച്ച് ചെയ്തത്, ത്രില്ലറായിരിക്കുന്നത്. പക്ഷെ പിന്നെയാണ് മനസ്സിലായത് കോമഡി മൂവി ആണെന്ന്. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളെപ്പോലെയുള്ള ആക്ടേഴ്സിന് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും പടം, വർക്ക് ചെയ്യുന്ന പടം കൂടുതൽ ആളുകളിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ നുണക്കുഴി അങ്ങനെ ഓൾമോസ്റ്റ് എത്തിക്കൊണ്ടിരിക്കുന്നു. അതിലൊരുപാട് സന്തോഷമുണ്ട്. പടം കാണാത്തവരെല്ലാവരും പോയി കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും ചിരിക്കാൻ പറ്റുന്ന ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട് ഈ സ്ക്രിപ്റ്റിൽ. അതെല്ലാം ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു റൈറ്ററുണ്ട്. അപ്പം എല്ലാവരും പോയി പടം കാണുക. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. ഏറ്റവും ആദ്യം നിങ്ങൾ എല്ലാവരോടും നന്ദി പറയുന്നു. ഞങ്ങളുടെ ഈ സക്സസ് മീറ്റിൽ നിങ്ങൾ ഞങ്ങളൊപ്പം തന്നെ പങ്കെടുക്കാൻ കാണിച്ച സന്മനസ്സിന് നന്ദി. ഇവരൊക്കെ ആദ്യമായിട്ടാണ് ജിത്തുവിൻ്റെ പടത്തിൽ അഭിനയിച്ചത്. പക്ഷേ എനിക്ക് ജിത്തു ജോസഫിൻ്റെ പടം ഒരു പുത്തരിയല്ല. എൻ്റെ രണ്ടാമത്തെ പടമാണ് അദ്ദേഹത്തിൻ്റെ കൂടെ. ഇനിയും വേറൊരു ജോണറിൽ ജിത്തുവിൻ്റെ പടത്തിൽ അഭിനയിക്കാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങൾ ഇവിടെ എത്ര പേര് സിനിമ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ കുറച്ച് പേരെങ്കിലും ഇത് നമ്മുടെ നുണക്കുഴി കണ്ടു കാണുമായിരിക്കും. അപ്പോൾ കാണാത്തവർ കണ്ടവരോടൊന്ന് ചോദിക്കുക എങ്ങനെയുണ്ട് പടം. ഇത്രയും കോൺഫിഡൻസ് ഞാൻ കാണിക്കുന്നത് കാരണം കണ്ടവരൊക്കെ കുറേ പേര് ഞങ്ങൾ എല്ലാവരെയും വിളിച്ചു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഓൺലൈൻ റിവ്യൂസൊക്കെ കാണാം. ഒരുപാട് ചിരിക്കാനുള്ളൊരു പടമാണ്. അത്രയും ബ്രെയിൻ യൂസ് ചെയ്യേണ്ട, നമ്മളൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഈ സിനിമ ഉണ്ടാക്കിയത് നുണക്കുഴി. അപ്പം ഒരുപാട് ലോജിക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കണ്ട. ജിത്തുവിൻ്റെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ നമ്മളൊരു സിനിമ ചെയ്യുമ്പോഴത്തേക്കും എല്ലാ ലൂപ്പ് ഹോൾസും കവർ ചെയ്ത് നമുക്കൊരു സിനിമ ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഒരു ഹ്യൂമർ സിനിമ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പല സാഹചര്യത്തിലും ചെറിയ ലൂപ്പ് ഹോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്തായാലും ഞാൻ ഒരുപാട് വലിച്ചു കിട്ടുന്നില്ല. നിങ്ങൾ എല്ലാവരും കാണാത്തവർ ഉറപ്പായിട്ടും പോയി സിനിമ കാണുക. ഒരുപാട് നന്ദി. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഇവരൊക്കെ പറഞ്ഞതിൽ കൂടുതലൊന്നും പറയാനില്ല. സിനിമ കണ്ടവരൊക്കെ ഒരുപാട് പേര് മെസ്സേജ് ചെയ്തു, വിളിച്ചു, ഒരുപാട് ഇഷ്ടമായി എന്ന് പറഞ്ഞു. അപ്പം കാണാത്തവർ സിനിമ പോയി കാണുക. ഇറ്റ്സ് എ കംപ്ലീറ്റ് ഫാമിലി എൻ്റർടൈനർ. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാനും ആദ്യമായിട്ടാണ് ജിത്തു സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. ഇപ്പം എന്താണ്, താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഓക്കെ, നമുക്ക് ട്രെയിലർ കാണാം. എല്ലാവരും കണ്ടിട്ടുണ്ടാവും. എന്നാൽ പോലും നമുക്ക് ഒരിക്കൽ കൂടി നുണക്കുഴിയുടെ നമുക്ക് കുറച്ച് പെർഫോമൻസസ് ആണുള്ളത്. സോ പ്ലീസ് ടേക്ക് യുവർ സീറ്റ്സ് ആൻഡ് ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് ജയ് ഉണ്ണിത്താൻ, രജത് പ്രകാശ് ആൻഡ് സനു PS. ഈ മൂവിയിലെ ഒരു ഹിറ്റ് പാട്ട് നമുക്ക് കേൾക്കാം. ഹല്ലേലൂയ എന്ന് നല്ലൊരു കൈഡി കൊടുക്കാം ഇവർക്ക്.
എനിക്ക് ഈ പടത്തെ പറ്റൊന്നും അറിയില്ലെന്നു. ജെയൊക്കെയാണ് എന്നെ ആകെ കണക്ട് ചെയ്ത വ്യക്തി. ഞാൻ ഇന്നലെയാണ് പടം പോയി കണ്ടത്. ഞാൻ വളരെ എൻ്റർടൈൻഡായി, ഞാൻ ഹൈപ്പായിട്ടിരിക്കുകയാണ് പടത്തിൻ്റെ പാട്ടൊക്കെ കണ്ടിട്ട്. കിട്ടുന്ന പടമാണ്. ബേസിലിട്ടാണെങ്കിലും ഗ്രേസ് ഇവരൊക്കെ ഗ്രേസിൻ്റെ കോമഡിയിലൊക്കെ എങ്ങനെ ഉണ്ടാവുമെന്ന് ഇതുവരെ ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഭയങ്കര അൺഗൂഫി ആയിട്ടുള്ള വേൾഡിൽ ഇടയ്ക്കിടയ്ക്ക് JK ഞാൻ ക്ഷണിക്കുന്നു. ഹല്ലേലൂയ പാട്ടിൻ്റെ ഹുക്ക് JK പാടുന്നതായിരിക്കും. റെഡിയല്ലേ? ഞങ്ങൾ ആദ്യം പടത്തിന്റെ ആദ്യം മെറ്റീരിയൽ സ്റ്റേജിലേക്ക് ക്ഷണിക്കാം 2 വാക്ക് സംസാരിക്കാനായിട്ട്. സർ കൈൻഡ്ലി സ്റ്റേജ്. സൂപ്പർ സ്റ്റാർ അല്ല എന്ന് സർ എന്നിട്ട് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ബട്ട് സോ സോറി സർ, ഐ ഹാവ് സീൻ യു സിൻസ് ചൈൽഡ്ഹുഡ് ആൻഡ് ഫോർ മീ യു ആർ എ സൂപ്പർ സ്റ്റാർ, റൈറ്റ്? ദാറ്റ്സ് റൈറ്റ്. പ്രിയമുള്ളവരെ, ഇവിടെ കൂടിയിരിക്കുന്ന ആൾക്കാർ നുണക്കുഴി കണ്ടവരാണോന്ന് എനിക്കറിയില്ല. കണ്ടതാണോ? അല്ല, ശരി. അപ്പോൾ ജിത്തു ജോസഫ് എന്തായാലും വെറുതെ ഒരു സിനിമ എടുക്കില്ല. അത് മലയാളികൾക്കെല്ലാം അറിയാം. അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളിലും ഓരോരോ പ്രത്യേകതകളുണ്ട്. നേരെന്ന് പറഞ്ഞ സിനിമയിൽ ഞാനില്ലായിരുന്നു. അപ്പം ഈ ഷൂട്ടിംഗ് നടക്കുമ്പോൾ നേരിൻ്റെ ട്രെയിലർ എന്നെ ജിത്തു ജോസഫ് കാണിക്കുകയുണ്ടായി. എന്നോട് ചോദിച്ചു കൊള്ളാമോ? ഞാൻ പറഞ്ഞ ട്രെയിലറൊക്കെ കണക്ക് തന്നെ, പക്ഷേ ജിത്തു ജോസഫ് വെറുതെ ഒരു സിനിമ എടുക്കില്ല എന്ന് മലയാളികൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഈ സിനിമ ഒരു വിജയമായിരിക്കും ഞാൻ പറഞ്ഞില്ലേ, ജിത്തു ജോസഫിനോട് പറഞ്ഞു. കറക്റ്റായിട്ട് വന്നു. അതുപോലെ തന്നെ നുണക്കുഴിയും മലയാളികൾ ഏറ്റെടുത്തിരിക്കുകയാണ്, പ്രത്യേകിച്ച് ഫാമിലി. എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ, ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നുണ പറഞ്ഞിട്ടുള്ള എല്ലാവരും ഈ സിനിമ ഒന്ന് കാണണം. അങ്ങനെയാണെങ്കിൽ 99% ആൾക്കാർ കാണേണ്ടി വരും. അതുകൊണ്ട് നുണക്കുഴി എന്നുള്ള സിനിമ കാണണം. ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാൻ ഈ സിനിമ കണ്ടിട്ടാണ് അഭിപ്രായം പറയുന്നത്. കൊള്ളാമെങ്കിലേ ഞാൻ കൊള്ളാമെന്ന് പറയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ തന്നെ പറയും കൊള്ളില്ലാന്ന്. നിങ്ങൾ കാണരുതെന്ന് ഞാൻ തന്നെ പറയും. അപ്പോൾ ഇത് കൊള്ളാം. 2 മണിക്കൂർ 5 മിനിറ്റ് നന്നായിട്ട് ചിരിക്കാനുള്ള വകയൊക്കെ അതിനകത്തുണ്ട്. നമ്മുടെ നായകനെ നിങ്ങൾക്കറിയാമല്ലേ, ഇപ്പം കുടുംബ പ്രേക്ഷകരുടെ പയ്യനാണ് ബേസിൽ പൊളിച്ചിട്ടുണ്ട് പടത്തിൽ. ഈ വേറെ പ്രത്യേകത, ബേസിൽ ചെയ്ത റോൾ മലയാള സിനിമയിൽ വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല. അതാണ് ബേസിലിൻ്റെ പ്രത്യേകത. ബേസിലിന് വേണ്ടി ഉണ്ടാക്കുന്ന കഥകളാണ്. അപ്പോൾ ഈ സിനിമ എല്ലാവരും കാണണം. കൊടുക്കുന്ന കാശ് മുതലാണ്, ഞാൻ ഗ്യാരണ്ടിയാണ്. പിന്നെ കണ്ടിട്ട് കൊള്ളൂല എന്ന് വിളിച്ചു പറഞ്ഞാൽ ഞാൻ പൈസ തിരിച്ചു തരില്ല, അത് വേറെ കാര്യം. അപ്പോൾ ശരി, കാണാം. പ്ലീസ് റിമെയിൻ ഓൺ സ്റ്റേജ്. നമുക്ക് ഈ ഒരു കേക്ക് കട്ടിംഗ് ആണുള്ളത്. മൈക്ക്. സോ എൻറ്റയർ ക്രൂവിനെ ഞാൻ ക്ഷണിക്കുന്നു സ്റ്റേജിൽ വന്ന് പാട്ട് പാടിയവരും അതേ Kochi. Let's give them a round of applause. The entire team of Nunakuri. Chasing miracles of silent screams, caught in the spell of the cosmic night. My fantasies buried in the pale moonlight. Just you and me.
ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കൈയടി കൊടുക്കാം. Let's give them a round of applause. Ladies and gentlemen, running a theatre near you, നോളക്കുഴി, തീർച്ചയായിട്ടും ഇന്ന് തന്നെ പോയി കാണുക. Thank you so much. Thank you team. Thank you. Underneath the sky, painted with dreams, not chasing miracles of silent screams. Caught in the spell of the cosmic night, fantasies bloom in the pale moonlight. Let go of all the moon, dancing the stardust, gentle flame. Dancing in the stardust, we're weightless and free in a world of wonders. Just you and me, lost in the moment. Our spirits ignite as we twirl in the magic of the cosmic light. And in constellations we find a way through the celestial symphony we'll sway. With every step we leave our cares behind. In this celestial ballroom lost define. Caught in the spell of the cosmic night, the fantasies bloom in the pale moonlight. Dancing in the stardust, we're weightless and free in a world of wonders. Just you and me, lost in the moment. Our spirits ignite as we twirl in the magic of the cosmic light. A shimmering galaxies will find our way. So ladies, witnessing the first anniversary of Forum Kochi, and to make this moment extra special,